2018 സെപ്റ്റംബറിലായിരുന്നു പ്രശസ്ത വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായ ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ബാലഭാസ്കറും മകളും മരണപ്പെട്ടു. എന്നാൽ ഇതിനെപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്നു. ബാലഭാസ്കറിനെ കൊലപ്പെടുത്തിയതാണെന്നും അപകടമരണമാണെന്നുമൊക്കെയുള്ള നിരവധി ഊഹാപോഹങ്ങൾ പ്രചരിച്ചു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഭാര്യ ലക്ഷ്മി തുറന്ന് സംസാരിക്കാത്തതും കൂടുതൽ ഊഹാപോഹങ്ങൾക്ക് വഴിയൊരുക്കി. എന്നാൽ ഇപ്പോൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ലക്ഷ്മി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. മനോരമ ന്യൂസിൽ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചു ലക്ഷ്മി. അഭിമുഖം നടത്തിയത് പ്രമുഖ ജേർണലിസ്റ്റായ ജയമോഹനാണ്. എന്തുകൊണ്ട് ഇത്രയും കാലം മിണ്ടാതിരുന്നു എന്നതിനെക്കുറിച്ചും ലക്ഷ്മി തുറന്നു പറഞ്ഞു. ലക്ഷ്മി ഇത്രയും നാൾ ഒന്നും പറയുന്നില്ല എന്നായിരുന്നു നേരത്തെ വിമർശിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ലക്ഷ്മി സംസാരിച്ചതെല്ലാം സത്യമല്ലെന്നും വിശ്വസിക്കുന്നില്ല എന്നൊക്കെയുമാണ് ഇപ്പോഴത്തെ വിമർശനം. എന്നാൽ ലക്ഷ്മിയെ പിന്തുണച്ചെത്തിയവരിൽ നടി ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ജയദേവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ്. അദ്ദേഹം കുറിച്ചതിങ്ങനെ: പാട്ടൊഴികെ മറ്റെല്ലാം ഇരട്ടി വേഗത്തിൽ ഓടിച്ചിട്ടാണ് കാണുന്നത്. എന്നാൽ കഴിഞ്ഞ രാത്രി ഇത് തുടങ്ങിയതും വേഗത വെട്ടിക്കുറച്ചു. 1 മണിക്കൂറിലധികം ഉണ്ടായിട്ടും മറ്റെല്ലാം മതിയാക്കി കാണാൻ തുടങ്ങി. ഈ അഭിമുഖത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗം ബാലഭാസ്കർ എന്ന മനുഷ്യനെ, കൂട്ടുകാരനെ, ഭർത്താവിനെ ഓർത്തെടുക്കുമ്പോൾ അതിലുടനീളം കൊളുത്തിവെച്ചിരിക്കുന്ന ചിരിയാണ്. സങ്കടത്തിന്റെ സന്താപത്തിന്റെയും കസേരയിലാണ് ഇരിക്കുന്നത് എന്ന് മറന്നുപോവുകയും അത്രയും സത്യസന്ധമായി ഒരു കാലം അതിന്റെ എല്ലാ ആഹ്ലാദത്തോടും കൂടി ചിരി ചൂടിയെത്തുകയും ചെയ്തു. അതിവൈകാരികതയുടെ ഏച്ചുകെട്ടലുകളില്ല, അർദ്ധോക്തികളില്ല, അർദ്ധശങ്കകളില്ല. പറയേണ്ടത് പറയുകയും അതിലുടനീളം മിതത്വത്തിന്റെ, വ്യക്തിത്വത്തിന്റെ ഒരു തിരി കത്തിച്ചു വെക്കുകയും ചെയ്തു. അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളോ അതിശയിപ്പിക്കുന്ന രഹസ്യങ്ങളോ ഒന്നും പറയുന്നില്ല. എങ്കിലും അണമുറിയാതെ കേട്ടിരിക്കാൻ മാത്രം തോന്നുന്ന ഒരു സൗമ്യത അതിൽ മുഴങ്ങി നിന്നു. അനൗചിത്യമെന്ന് നെറ്റിച്ചുളിയുന്ന ഒരു ചോദ്യം പോലും കടന്നു വന്നില്ല. ഒരിക്കൽ പോലും ആരും അസ്വസ്ഥരാകുന്നില്ല. പറയാനുള്ളതെല്ലാം പറയാനുള്ള സാവകാശം കേട്ടിരുന്നവരെയും ബഹുമാനിതരാക്കുന്നു. അതിനുള്ള ജയമോഹന്റെ ക്ഷമയാണ് ഈ അഭിമുഖത്തെ ഇത്രയും ആഭിമുഖ്യമുള്ളതാക്കുന്നത്. ബാലഭാസ്കറുമായുള്ള നിരവധി കാര്യങ്ങൾ സംഭാഷണത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിലും മകളെക്കുറിച്ച് യാതൊന്നും ചോദിക്കുന്നില്ല. കണ്ണു നിറച്ചും ഏങ്ങലടിച്ചും സെൻസേഷനിലാക്കാനുള്ള നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം അഭിമുഖക്കാരൻ വേണ്ടെന്ന് വെക്കുന്നു. അങ്ങനെ വേണ്ടെന്ന് വെച്ച ചോദ്യങ്ങൾ കൂടിയാണ് ഈ അഭിമുഖത്തെ കേട്ടിരിക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റുന്നത്. ഇതാണ് ആ കുറിപ്പ്. മനോരമ ന്യൂസിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.